നമ്മുടെ ജീവിതത്തിൽ ദൈവം പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിൽ നാം വേദനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവശബ്ദത്തിനോട് കാതോർക്കുകയാണെങ്കിൽ ദൈവം നമ്മോട് ഇടപെടുവാനായിട്ട് ഇടയായി തീരും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാരം നിറഞ്ഞൊരു രാത്രിയിൽ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് സംസാരിക്കുന്ന കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടാരത്തിനകത്ത് അബ്രഹാം ആയിരിക്കുന്നു. ഇരുട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. മാത്രമല്ല ശത്രു ഭയം അബ്രഹാമിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, പുറത്തു വരാൻ പറഞ്ഞ് ആകാശമണ്ഡലത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് തേജസ്സുള്ള താരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ പ്രതികൂലങ്ങളുടെ നില ഉരുകി അവസാനിക്കേണ്ടവനല്ല, ഇതുപോലെ ഞാൻ നിനക്ക് നന്മകളെ നൽകി തരും. ഹല്ലേലൂയ. ഇരുട്ട് മാത്രമാണ് അബ്രഹാം കണ്ടത്. എന്നാൽ ദൈവം പറഞ്ഞു, ഇരുട്ട് മാത്രമല്ല അബ്രഹാമേ, ഇരുട്ട് നിന്നെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഈ ആകാശമണ്ഡലത്തിൽ ഇരുട്ടിനെ വെല്ലുവിളിക്കാൻ ഞാൻ നക്ഷത്രങ്ങളെ തൂക്കിയിട്ടിട്ടുണ്ട്. എത്ര ഇരുട്ടുണ്ടെങ്കിലും നിനക്ക് പ്രകാശം തരുന്ന ചില ഉറവിടങ്ങളുണ്ട്. എത്ര വേദനയുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിന് മുന്നോട്ട് ഗമിപ്പാനായിട്ട് ചില വഴിത്താരകളെ ദൈവം ഒരുക്കുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഭാരവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണം, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരുപാട് തിരുവചനങ്ങൾ ഈ തിരുവഴുത്തിനകത്തുണ്ട്. ജീവിതത്തിന്റെ ഭാരങ്ങളുടെ നടുവിൽ അബ്രഹാം നക്ഷത്രം കണ്ട് ധൈര്യപ്പെട്ടതുപോലെ ഈ തിരുവഴുത്തൊന്ന് തുറക്കാനായിട്ട് മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ തിരുവഴുത്തിനകത്ത് നാളെയുടെ ദിവസത്തിൽ നമ്മുടെ അന്ധകാരത്തെ മുഴുവൻ ഓടിച്ചു കളയുന്ന ഒരുപാട് ദൈവ കൃപയുടെ ബഹുത്വമുള്ള വചനത്തിന്റെ പ്രകാശനങ്ങൾ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവമക്കളെ,